രക്ഷപ്പെട്ടു പോകാൻ നോക്കൂ അല്ലേ? വേണ്ട, ആവശ്യമില്ലാതെ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. വെറുതെ ആപത്ത് വരുത്തി വെക്കണ്ട. ഞാൻ പറയുന്ന കേക്ക്. വിഷയം എന്തെന്ന് മനസ്സിലാക്കാതെ നീ ഇതിൽ ഇടപെടുന്നേ. ആപത്ത് വരുത്തി വെക്കാതെ നീ പോകാൻ നോക്ക്. ഏയ്, നീ ഇവരെ പറഞ്ഞേക്കേ. കറുപ്പൻ സ്വാമിയുടെ ശാപത്തിനിരയാകരുത്. നന്ദിനിയുടെ വാക്ക് ഞാൻ അനുസരിക്കാതിരിക്കില്ല. ഗംഗയെ നിനക്ക് കൊണ്ടുപോകാനും കഴിയില്ല. ഞാനിനി നിന്നോട് ദയവ് കാണിച്ചിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. ഗംഗേ, വാ, നമുക്ക് പോകാം. വരൂ. നിക്കവിടെ, നിക്കാനാ പറഞ്ഞ. ഇവരെ ഞാൻ വിടുവെന്ന് കരുതണ്ട നീ. ഇവരെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിനക്കൊരിക്കലും തടയാനാകില്ല. അതിനായി വീണ്ടും ശ്രമിച്ച് അപകടം വരുത്തരുത്. കണ്ണഴുകിയാണ് അരുണിനെയും ഗംഗയെയും നിന്നിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയതെന്ന് നിന്റെ നന്ദിനിയോട് പോയി പറഞ്ഞേക്കെ. ഹലോ, ആ പറഞ്ഞോളൂ, കേക്കാം. നന്ദിനി, അരുതാത്ത സംഭവിച്ചിരിക്കുക. ആ കണ്ണഴുകി കാട്ടിലെ ബംഗ്ലാവിലേക്ക് വന്ന് എന്നെ അടിച്ചു വീഴ്ത്തിയിട്ട് ഗംഗയെ മരുന്നിനും കൂട്ടിക്കൊണ്ടു പോയിരിക്കുക. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോന്ന ഗംഗ ആ കൊട്ടാരത്തിലേക്ക് വന്നോണ്ടിരിക്കുക. കണ്ണഴുകിയെ തടയാനും എനിക്ക് കഴിഞ്ഞില്ല. അവൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാ നീ നന്ദിനിയാണെന്ന് മാധവി കണ്ടുപിടിക്കുമല്ലോ മോളെ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മോക്കത് വലിയ ആപത്താ. നീ ഇനി ആ കൊട്ടാരത്തിൽ നിൽക്കണ്ട നന്ദിനി. ഉടനെ അവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറാൻ നോക്കുമോളെ. ശരി, നിങ്ങൾ ഇവിടുത്തെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഗംഗ കൊട്ടാരത്തിലേക്ക് വരാതെ തടഞ്ഞേ മതിയാകൂ. ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വരാൻ പോവാ. ഗംഗയുടെ വരവ് എങ്ങനെയും തടഞ്ഞേ പറ്റൂ.
സന്ധ്യ എന്തോ കാര്യമായിട്ടുള്ള ചിന്തയിലാണല്ലോ. എന്താ സന്ധ്യ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ നീ? മലേഷ്യയിലേക്ക് വിളിച്ചിരുന്നോ നീ? അച്ഛനും അമ്മ എന്ത് പറഞ്ഞു നിന്നോട്? കല്യാണത്തിന് സമ്മതിച്ചല്ലോ അല്ലേ? എന്താ സന്ധ്യേ? ഞാൻ ചോദിച്ചു കേട്ടില്ല, നീ എന്തൊന്നും മിണ്ടാത്തെ? മുരളി, ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചിരുന്നു. അവരിപ്പോ തൽക്കാലം നമ്മുടെ കല്യാണം നടത്തണ്ട എന്ന് തന്നെയാ പറയുന്നത്. അത് മാത്രമല്ല, മായയുടെ ഇപ്പോഴത്തെ അവസ്ഥ നീയും കാണുന്നില്ലേ? ഈ സമയത്ത് നമ്മുടെ കല്യാണം നടത്തണമെന്ന് പറയാൻ നിനക്ക് എങ്ങനെയാ മുരളി തോന്നുന്നത്? നീ അവളുടെ കൂടെപ്പിറപ്പല്ലേ മുരളി? നിനക്ക് എങ്ങനെ ഇത്ര സെൽഫിഷ് ആവാൻ പറ്റുന്നത്? നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കോ? ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യാ? അതുകൊണ്ടല്ല സന്ധ്യ, കല്യാണ തീയതി നിശ്ചയിക്കാതെ ഇങ്ങനെ ഒരുപാട് നാൾ കാത്തിരിക്കാൻ പറ്റുമോ? ഇപ്പൊ അതിനെ പറ്റിയൊന്നും നമുക്ക് സംസാരിക്കണ്ട. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാവുമ്പോ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കാം. ഇവളൊരു പിടിയും തരുന്നില്ലല്ലോ. ഒരിക്കലും നീ ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരാതിരിക്കാനായിട്ട് നന്ദിനി നിന്നെയും അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ കൊട്ടാരത്തിലേക്ക് പോയാൽ സമാധാനത്തോടെ ജീവിക്കാനാവില്ല. ആ നന്ദിനി നിങ്ങൾക്ക് എന്നും ഒരു വിലങ്ങ് തടിയായി ഉണ്ടാകും. നന്ദിനി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലചക്രങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊടുത്തോളാന്ന് വാക്ക് കൊടുത്തിരുന്നു. എന്നാ അതൊന്നും മനസ്സിലാക്കാതെ നന്ദിനി വല്ലാതെ തിടുക്കപ്പെട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു താമേ. ആ നന്ദിനി, വരുന്ന പൗർണമിക്കുള്ളിൽ കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിച്ചില്ലെങ്കിൽ ശക്തിനാഗമെന്ന പദവി അവൾക്ക് നഷ്ടമാകുന്നതാണ്. പൗർണമിക്കുള്ളിൽ കാലചക്രങ്ങൾ അവിടെ എത്തിച്ചിരിക്കണമെന്ന നിബന്ധനയുള്ളത് കൊണ്ടാണ് അവൾ അതിനായുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുന്നത്. നന്ദിനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താണെങ്കിലും പറയേ, ഉടനെ ഞാനത് ചെയ്യാം. നാഗങ്ങളാൽ വരുന്ന ദോഷങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ മാത്രമേ മാറ്റാനാകൂ. നീയും ഗംഗയും ഇവിടെ വാഴുന്ന കാട്ടുനാഗ ദൈവങ്ങൾക്ക് നാഗദോഷ നിവർത്തി പ്രാർത്ഥന ചെയ്തേ മതിയാകൂ. നന്ദിനിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ രണ്ടും. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറയും, അതുപോലെ ചെയ്തോളാം. ഗംഗ ഇവിടെയുള്ള നാഗദൈവങ്ങൾക്ക് പൂജ ചെയ്യണം. അതേ സമയത്ത് തന്നെ നീ ഈ കാടിനകത്തുള്ള ശിവക്ഷേത്രത്തിൽ ദീപങ്ങൾ തെളിയിച്ച് 108 തവണ പ്രദക്ഷിണം വെക്കേണ്ടതുണ്ട്. ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും ഓരോ വിളക്ക് തെളിയിച്ച് 108 വിളക്കുകളും അണയാതെ സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ അതുപോലെ ചെയ്യാമേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നന്ദിനെ കൊണ്ട് ആപത്തുണ്ടാവില്ലല്ലേ? നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നന്ദിനിയുടെ സകല ശക്തികളും നഷ്ടപ്പെടും. അതിനുശേഷം നന്ദിനിക്ക് ഒരിക്കലും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല.
എനിക്ക് ആ ഒരു വാക്ക് കേട്ടാ മതി. ഞാൻ ഇപ്പൊ തന്നെ ഈ കാട്ടിലുള്ള ശിവക്ഷേത്രത്തിൽ പോയി അമ്മ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യാം. ഗംഗേ, നീ ഇവിടെ അമ്മ പറയുന്നത് പോലെയൊക്കെ ചെയ്യും. ശരിയായിരുന്നു ഏട്ടാ, ശ്രദ്ധിക്കണേ. അമ്മേ, പൂജ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തന്നാ ഞാൻ അതുപോലെ ചെയ്യാം. പൂജകളും കർമ്മങ്ങളും ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നന്ദിനി ഇവിടേക്ക് വരുന്നതാണ്. അതിനാൽ പൂജയ്ക്ക് പകരമായി നന്ദിനി കഴിഞ്ഞ പുറ്റിലെ മണ്ണ് വയറ്റിൽ കെട്ടിവെച്ച് ശയന പ്രദക്ഷിണം നടത്തണം. അത് മതിയാകും. പുറ്റു മണ്ണെടുക്കാൻ അവിടെ കൊട്ടാരത്തിലേക്ക് പോകണല്ലോ അമ്മേ. പുറ്റിലെ മണ്ണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗംഗേ. നന്ദിനിയാൽ നിനക്ക് എപ്പോഴെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ അവിടെ കഴിഞ്ഞിരുന്നപ്പോൾ പുറ്റിലെ മണ്ണ് ഞാൻ സൂക്ഷിച്ചു വെച്ചത്. ഇതാ. അരുൺ വിളക്ക് കൊളുത്ത് വരുന്നതുവരെ നീ ശയന പ്രദക്ഷിണം നടത്ത്. നിന്റെ വിയർപ്പിൽ പുറ്റുമണ്ണിൽ കലർന്ന് വിയർപ്പാൽ മണ്ണിൽ നനവ് പറ്റുമ്പോഴേക്കും നന്ദിനിയുടെ ശക്തികൾ ക്ഷയിക്കാൻ തുടങ്ങും. യാതൊരു കുറവും വരുത്താതെ ഞാൻ അമ്മ പറഞ്ഞ പോലെ തന്നെ പൂജ ചെയ്തോളാമേ. പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോ നീയും അരുണും കൊട്ടാരത്തിലേക്ക് പൊയ്ക്കോളും. ഞാൻ നിങ്ങളെ അവിടെ വന്ന് കണ്ടോളാം. അവരെവിടെ? അവരേത് ഭാഗത്തേക്ക് പോയത്? മോളെ, അവർ ഈ വഴിക്കാ ഓടിപ്പോയത്. അവരുടെ കൂടെ കണ്ണഴിയും പോയിട്ടുണ്ട് മോളെ. ആര് പോയാലെന്താ? ഗംഗ കൊട്ടാരത്തിലേക്ക് പോകാതെ തടഞ്ഞിരിക്കും. ഞാൻ തിരിച്ചു പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. ശരി മോളെ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊയ്ക്കോ. ശരി. അമ്മേ, കാട്ടമ്മേ, നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. അച്ഛനാകാൻ പോവാ. അച്ഛനാവാൻ പോവാണെന്നോ? ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ശയന പ്രദക്ഷിണം ചെയ്ത അത് കുഞ്ഞിനെ ബാധിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോ ശയന പ്രദക്ഷിണം ചെയ്തില്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള എല്ലാരെയും നന്ദിനി കൊല്ലും. കുടുംബമാണോ കുഞ്ഞാണോ വലുതെന്നുള്ള ഈ അവസ്ഥയിൽ എനിക്ക് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എന്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാന്നല്ലാതെ എനിക്ക് വേറെ വഴിയില്ല.
തോന്നുന്നല്ലോ. എന്താ എനിക്ക് സംഭവിക്കുന്നത്? എന്നെ തളർത്താൻ ആരും എന്തോ ദുഷ്പ്രയോഗം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറകിൽ കണ്ണഴിക്കാണെന്ന് ഉറപ്പാണ്. എന്റെ ശക്തി ഇല്ലാതാക്കാൻ ആ കണ്ണഴകി ഗംഗയെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഇതൊക്കെ. ഇത് അനുവദിച്ചുകൂടാ. ഗംഗേ, നീ ഈ ശയന പ്രദക്ഷിണം നിർത്ത്. പറയുന്നത് അനുസരിക്ക്. നിർത്താൻ. ഗംഗേ, നീ രക്ഷപ്പെട്ടു വന്നതും പോരാഞ്ഞ് ആ കണ്ണഴകിയുടെ വാക്കും കേട്ട് എനിക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്ക്. ഇതിൽ കൂടുതൽ ഞാൻ സഹിക്കില്ല. ശയന പ്രദർശനം ചെയ്യുന്നത് ഇതോടെ നിർത്ത്. നിന്റെ ഉള്ളിലുള്ള പ്രതികാര വീര്യം ഇല്ലാതാക്കാൻ എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. എന്നെ തടയാൻ നിൽക്കരുത്. നീ ഇപ്പൊ ചെയ്യുന്ന ഈ പ്രദക്ഷിണം പൂർത്തിയാക്കിയാൽ എന്റെ ശക്തി മുഴുവനായും നഷ്ടമാകും. അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും എനിക്ക് കാലചക്രം എടുക്കാൻ പറ്റാതാകും. കാലചക്രം തിരിച്ചെടുക്കേണ്ടത് എന്റെ കടമയാണ്. കാലചക്രം കൈക്കലാക്കുക എന്നത് നിന്റെ കടമയാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെയും കടമ. നിന്റെ ക്രൂരതയിൽ നിന്ന് ഞാൻ എന്റെ കുടുംബത്തെ രക്ഷിക്കും നന്ദിനി. വേണ്ട, എന്നോട് നീ കളിക്കാൻ നിൽക്കരുത്. ഇത് നിർത്ത്. ഒരിക്കലുമില്ല. ഗംഗേ, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നീ ഈ പ്രാർത്ഥന തുടർന്നാൽ അത് അധർമ്മത്തിന് കൂട്ടി നിൽക്കുന്നത് പോലെയാകും. നിനക്ക് ഓർമ്മയില്ലേ, അന്ന് കാട്ടമ്മയുടെ സന്നിധിയിൽ കാലചക്രം എത്തിക്കാനായി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തുനിഞ്ഞവളാണ് നീ. നീയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അനുസരിക്ക്. നീ മാറിപ്പോയി ഗംഗേ. എനിക്ക് ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ബാക്കിയുള്ള കാലചക്രങ്ങൾ കാട്ടമ്മയുടെ സന്നിധിയിൽ എത്തിക്കണമെന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നേ. നന്ദിനി, ഈ ഒരു കാര്യത്തിൽ മാത്രം നിന്നെ അനുസരിക്കാൻ എനിക്കാവില്ല.